ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടെ ആര്യനും ആകാശും ആനന്ദും എല്ലാവരും കൂടെ പരസ്പരം അച്ഛനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. നല്ലതും പറയുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, ഇത്രയൊക്കെ പൈസ ചിലവാക്കി അളിയന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ എന്തെങ്കിലും കാരണം ഉണ്ടാവും, ഇല്ലാതെ ഒന്നും ചെയ്യില്ല. ആ പിന്നെ നിങ്ങളിങ്ങനെ അച്ഛനെ കുറ്റപ്പെടുത്തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് പറയാണ്. അച്ഛന് കാര്യങ്ങളത് ചെയ്യില്ലെങ്കിലും ഇപ്പം ഈ കാണിക്കുന്നതെല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ മനസ്സ് വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് അതൊന്ന് മാറ്റിയെടുക്കാനാണ് അച്ഛൻ ചെയ്യുന്നത്. വീട്ടിലിരുന്നിട്ട് മോനെ വിഷമിക്കല്ലേ എന്ന് സങ്കടപ്പെടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും മാറൂലെന്ന് അച്ഛൻ നന്നായിട്ട് അറിയാം. ഇതുപോലെ പുറത്തൊക്കെ പോയി ഉല്ലാസയാത്രയും ഒക്കെ ചെയ്യുമ്പോൾ മനസ്സ് മാറും. അത് അച്ഛൻ അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്ലാൻ ചെയ്തത്. നിങ്ങൾക്ക് അച്ഛനെ മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. പിന്നെ അച്ഛൻ്റെ പുന്നാര മോനല്ലേ എന്നൊക്കെ ഇങ്ങനെ ധർമ്മം പറഞ്ഞ് കളിയാക്കണം കേട്ടോ. അപ്പം അവർ തന്നെ പറയുന്നത് ശരിയാണ്, അച്ഛൻ നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഇതുപോലൊരു അച്ഛനെ നമുക്ക് എവിടെ കിട്ടാനാ? അതെ, ഒരുപാട് തെറ്റുകൾ അച്ഛനോട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ അച്ഛനോട് ക്ഷമ പറയണം, സോറി പറയണം എന്നൊക്കെ അവരെല്ലാവരും കൂടെ തീരുമാനിക്കണം കേട്ടോ. ഈ സമയത്ത് ബാലനാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ബാഗ് ഉണ്ടല്ലോ, ബാഗ് അവിടെ വെച്ചിട്ട് നേരെ കുളിക്കാനായിട്ട് കയറുക കേട്ടോ. ഈ സമയം ഇവിടെ ധർമ്മം പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, അളിയൻ ഇത്രത്തോളം നമുക്ക് ഫ്രീഡം തരുമെന്നൊന്നും വിചാരിച്ചില്ല, ബലം പിടിച്ചിരിക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ, ബിയർ പോലത്തെ സാധനം എന്തെങ്കിലും കഴിച്ചാലോ എന്ന് അവരിങ്ങനെ ചിന്തിക്കുകയാണ്. ആദ്യം വേണ്ടെന്നൊക്കെ പറയണമെങ്കിലും ഇവരെവിടുന്ന് അത് ഒപ്പിച്ച് കൊണ്ടുവരുവാണ് കേട്ടോ. ആ സമയത്ത് ഒരാളവിടെ കയറി വരുന്നുണ്ട്. കാരണം ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന സമയത്ത് ആധാർ കാർഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാലൻ്റെ, അത് കൊടുത്തിട്ടാണ് ഇവർ കയറി വന്നട്ടോ. അതിൻ്റെ ഫോട്ടോ കോപ്പിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അയാളത് തിരികെ കൊണ്ടുതരാൻ വേണ്ടി വരുവാണ്. ബാലൻ്റെ റൂമിൽ തട്ടിയിട്ട് കിട്ടുന്നില്ലാണ്ട് ഇവരുടെ റൂമിൽ വന്നത് കൊടുക്കുക. അപ്പോൾ ധർമ്മൻ അത് വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ആധാർ കാർഡ് എന്തിൻ്റെ അല്ല, നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കാൻ തന്നില്ലേ, അത് ഞാൻ തിരിച്ചു കൊണ്ട് തന്നതാട്ടോ. ആ ശരി, എന്നാൽ പിന്നെ ഞാനിത് അളിയൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വരാം, നിങ്ങളിരിക്കുക എന്നും പറഞ്ഞ് ധർമ്മൻ പതിയെ അങ്ങോട്ട് പോകട്ടോ. അപ്പം അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അളിയാന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അളിയനെ കാണാനില്ല. നോക്കുമ്പോൾ കുളിമുറിക്കകത്തുണ്ട്. ഡോറ് തട്ടുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, എന്താ ധർമ്മ കാര്യം? ഞാൻ കുളിക്കാം. ശരി, എന്തിനാ നീ വന്നേ? അല്ല, ആധാർ കാർഡ് ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ടേ താഴേന്ന്. ശരി, നീ അത് വെച്ചിട്ട് പൊക്കോ. എന്നാൽ ഞാനിവിടെ മേശപ്പുറത്ത് വച്ചേക്കാം കേട്ടോ അളിയാ. ഓക്കേടാ എന്ന് പറയട്ടോ. വച്ചിട്ട് തിരിയുമ്പോഴാണ് ആ ഒരു കവർ അവിടെ ഇരിക്കാൻ കേട്ടോ. ബാലൻ ആർക്ക് കയ്യിലും കൊടുക്കാതെ കെട്ടിപ്പിടിച്ച് നടന്നുകൊണ്ടിരുന്ന കവറാണ്. അതിനകത്ത് എന്താണെന്ന് അറിയണമല്ലോ. തുറന്നു നോക്കുന്ന നമ്മളെ ധർമ്മൻ അന്തം വിട്ട് പോവാട്ടോ. ഒരു കുപ്പിയാണ് ഇരിക്കുന്നത്. അത് തുറന്ന് മണപ്പിക്കുമ്പോൾ തന്നെ ദൈവമേ, ദേശമൂലാരിഷ്ടമാണോ ഇത്? എന്തൊരു സ്മെല്ല്! ഇതങ്ങോട്ട് കഴിച്ചാലേ സൂപ്പറായിരിക്കും. അളിയനാൾ കൊള്ളാമല്ലോ, ആർക്കും ഒന്നും കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് കഴിക്കണമല്ലേ ഇവിടെ ഇരുന്നു കൊണ്ട്. എന്നാ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പോവാട്ടോ അവരപ്പുറത്ത്. അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും അങ്ങോട്ട് പറയാം. എടാ, ഈ അഴുക്ക ബിയറും ഗീറൊന്നും കുടിക്കണ്ട, അതിനൊക്കെയുള്ള സ്വയംഭ സാധനം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതെവിടുന്ന? കൊള്ളാം, നമ്മൾ വിചാരിച്ച പോലെ അല്ല അളിയനൊരു ബാഗും പൊക്കി പിടിച്ചോണ്ട് നടന്നത് ഓർമ്മയുണ്ടാ? ആരെ കയ്യിലും തരാണ്ട്. ഞാനിപ്പോൾ അകത്ത് ചെന്നപ്പോൾ അളിയൻ അവിടെ ഇല്ല, കുളിക്കുകയാണ്. ഞാൻ പതുക്കെ അത് പരിശോധിച്ചപ്പോൾ ഈ സാധനം കിട്ടി. ഇത് തുറന്നു നോക്കി ഇങ്ങോട്ട് മണപ്പിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതവും സന്തോഷവും. കാരണം ഇതുപോലൊരു സാധനമൊന്നും ഇവർ കഴിച്ചിട്ടില്ല. എന്നാൽ ഇതൊന്ന് കഴിച്ചേക്കാം, അച്ഛനാൾ കൊള്ളാവല്ലോ, വിരുദ്ധനാണല്ലോ എന്നും പറഞ്ഞിട്ടാണ് അവർ. എന്നാലും നമ്മളെ കാണിക്കാതെ ഇത്രയും നേരം കൊണ്ടു നടന്നല്ലോ എന്നിങ്ങനെ ആകാശൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൽ നിന്ന് എല്ലാവർക്കും അങ്ങോട്ട് കുടിക്കണം. ബാലനാണെങ്കിൽ അപ്പുറത്ത് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അതിനകത്ത് നിന്ന് കുപ്പി തുറന്നു വെച്ച് അതെടുത്ത് വെച്ച് കഴിക്കണം കേട്ടോ. പിള്ളേരെന്തായാലും കിടക്കാറായില്ല, അവരെന്തായാലും അറിയില്ല. ഞാനിതും കഴിച്ചിട്ട് കിടക്കാം, വീട്ടിലും ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോഴല്ലേ ഉപയോഗിക്കാൻ പറ്റൂ എന്നൊക്കെ സ്വയം വിചാരിച്ചിട്ട് ഒഴിച്ച് കഴിക്കുന്നുണ്ട്. ഈ സമയം തൊട്ടപ്പുറത്തെ റൂമിലിരുന്നും കൊണ്ട് ഇവരിങ്ങനെ കഴിച്ചു ആകെ ബോധാവസ്ഥയിലാണ്. എന്നിട്ട് നേരെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, പാവം എൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത്, എത്ര സ്നേഹം അച്ഛന്, അച്ഛൻ്റെ മനസ്സറിയാൻ വൈകിപ്പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആകാശും ആനന്ദും എല്ലാവരും കൂടെ. അപ്പോൾ ആനന്ദ് പറയാം, എടാ എനിക്ക് അച്ഛനോട് മാപ്പ് പറയണം, എൻ്റെ അച്ഛനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു, എനിക്ക് അച്ഛനെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കണം, അയ്യോ എൻ്റെ അച്ഛോ എന്നൊക്കെ ആകാശ് വിളിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അച്ഛനോട് ഞാൻ ഒരുപാട് ചതി ചെയ്തിട്ടുണ്ട്, അതൊക്കെ എനിക്കിന്ന് തുറന്ന് പറയണം, വാ നമുക്ക് അച്ഛൻ്റെ റൂമിലേക്ക് പോവാം. എന്നാൽ പിന്നെ ആദ്യം ഞാനല്ലടാ മൂത്ത മോൻ, ഞാൻ ആദ്യം ക്ഷമ പറയട്ടെടാ എന്നും പറഞ്ഞോട്ട് ഇവരെല്ലാവരും കൂടെ നേരെ ബാലൻ്റെ റൂമിലേക്ക് ചെല്ലട്ടെ. അവിടെ ബാലൻ അടിച്ച് ഫിറ്റായിട്ട് ബാലൻ ഇരിക്കുകയാണ്. ബാലൻ ഡോർ തുറന്നു കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും വരികയാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് അച്ഛനോട് നമുക്ക് ക്ഷമ പറയണം, അച്ഛനെ സ്നേഹിക്കണം, അച്ഛനെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തരണമെന്നൊക്കെ ആനന്ദ് പറയണം. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായി. അവസാനം ആനന്ദ് പറയാം, അച്ഛൻ്റെ മൂത്ത മോൻ ഞാനല്ലേ, ഞാൻ തന്നെ ആദ്യം ചെയ്യാം.
ആ അത് ശരിയാണ്, അച്ഛൻ്റെ മൂത്ത മോൻ ആരാ, ആനന്ദ്, നീ തന്നെ ചെയ്തു. അങ്ങനെ ബാലനെ പിടിച്ച് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. അച്ഛാ, എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം. അച്ഛൻ്റെ മനസ്സ് കാണാതെ പോയി, ക്ഷമിക്കുന്നു അച്ഛാ. അടുത്ത ആകാശ്, അച്ഛാ എന്നോട് ക്ഷമിക്കച്ചാ, ഞാൻ അച്ഛനോട് ഒരുപാട് ചതി ചെയ്തിട്ടുണ്ട്. ഇല്ലടാ ഇല്ല, നീ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തു. ഗോമതി സ്റ്റോറിനെതിരായിട്ട് ഞാൻ പുതിയ കട തുടങ്ങാൻ പോയില്ലേ, മീനാക്ഷി പലതവണ എന്നോട് പറഞ്ഞതാ അച്ഛൻ്റെ മനസ്സ് ആകാശ് വിചാരിക്കണ പോലെ അല്ലെന്ന്. അവൾക്ക് പോലും അച്ഛനെ മനസ്സിലായി, പക്ഷേ എനിക്ക് മനസ്സിലാവാൻ വൈകിപ്പോയി. എന്നോട് ക്ഷമിക്കച്ചാന്ന് പറയാട്ടോ. അപ്പോൾ ബാലൻ പറഞ്ഞു, പോട്ട് മോനെ, സാരമില്ല, ഇതൊന്നും ഒരു തെറ്റല്ല, നിനക്ക് നന്നാവണമെന്ന് ചിന്തയുള്ളതുകൊണ്ട് നീ അങ്ങനെയൊക്കെ ചെയ്തു പോയതില്ലേ. അടുത്ത ആര്യനും ധർമ്മനും ഒക്കെ, ധർമ്മ ഇതിനിടയിൽ കൂടെ ബാലനെ കയറി അപ്പൂപ്പാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ ആ കുളിക്കടവിലേക്ക് നടന്ന സംഭവങ്ങൾ ഇവർക്കറിയാമല്ലോ. പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവിൽ പോയി കുളിക്കാൻ പോയപ്പോൾ അവിടെ നിന്നൊരു അപ്പൂപ്പാന്ന് വിളിച്ചില്ലേ, അതിങ്ങനെ മനസ്സിൽ കിടന്നിട്ട് ധർമ്മനും അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ ബാലന് ദേഷ്യം വന്നു, നോക്കടാ അവൻ എന്നെ അപ്പൂപ്പാന്ന് വിളിക്കുന്നു. അത് ശരി, അപ്പൂപ്പനോ, എൻ്റെ അച്ഛനെ അപ്പൂപ്പനെ വിളിക്കണോ, പോട്ടെ പോട്ടെ വിട്ടുകളാ, അവന് വിവരമില്ലടാ, അതുകൊണ്ടാണ് എന്ന് ബാലൻ പറയട്ടോ. അങ്ങനെ വിട്ടാൽ പറ്റില്ല, എൻ്റെ അച്ഛൻ അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല, അച്ഛൻ്റെ തലമുടി നരച്ചു എന്നും പറഞ്ഞാൽ അങ്ങനെ അപ്പൂപ്പനാകാൻ പറ്റുമോ, അച്ഛൻ നല്ല ഭംഗിയാണ് കാണാൻ, ചെറുപ്പമാണ്, ചുള്ളം പയ്യനാ എന്നൊക്കെ പറഞ്ഞ് മക്കളെല്ലാവരും കൂടെ ഇങ്ങനെ ചേർത്ത് വയ്ക്കാട്ടോ. എന്നിട്ട് ബാലനോട് പറയാം, അച്ഛനെ ഇനി ഇങ്ങനെ വയസ്സായിട്ട് പോലെ തലമുടിയൊന്നും ഇങ്ങനെ വെച്ചിട്ട് നടക്കരുത്, നമുക്ക് ഡൈ ചെയ്യണമെന്ന് പറയാം. അയ്യോ അതൊന്നും വേണ്ടാന്ന് പറയണമെങ്കിലും ഇവരാണെങ്കിൽ ആകെ കുടിച്ച് മതിച്ച് നിൽക്കല്ലേ, എന്തായാലും ഡൈ ചെയ്യിപ്പിച്ച് അടങ്ങുള്ളതെന്നാണ്. അങ്ങനെ ഡൈക്ക് ഈ രാത്രി എവിടെ പോകാനാ. അപ്പോഴാണ് ധർമ്മം പറയുന്നത്, ഓ നിങ്ങളാരും പേടിക്കണ്ട, അത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഒപ്പിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് നേരെ മുറി പോയി തപ്പി ധർമ്മൻ്റെ ബാഗൊക്കെ തുറന്നിട്ട് അതിൽ നിന്നും എന്തോ സാധനം ഡൈ പോലത്തെ കുപ്പിക്കകത്തുനിന്ന് എടുത്തിട്ട് വന്നിട്ട് ബാലനെ പിടിച്ചിരുത്തി ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് തലമുടിയും താടിയും ഒക്കെ കറുപ്പിക്കാട്ടോ. അവരങ്ങനെ ആസ്വദിക്കാണ് അവിടെ. പക്ഷേ ദേവമംഗലത്താണെങ്കിലും നമ്മുടെ ഉദയഭാനു അന്നും പോയില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് ചായയും കഴിച്ചു. അത് കഴിഞ്ഞ് ബാലനെ വിളിക്കുകയാണല്ലോ. വിളിച്ചപ്പോൾ ബാലൻ എന്താ പറഞ്ഞത്, ഇന്നിനി പോകണ്ട ഉദയഭാനു സാർ, അവിടെ നിൽക്കുന്ന നാളെ പോയാൽ മതി എന്നും കൂടെ പറയാണ്. കാരണം വീട്ടിൽ വേറെ ആണുങ്ങളായിട്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒരു ദിവസം ഒരാൾ നിന്നാൽ അത്രേ ആയല്ലോ എന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഉദയഭാനു പറയാം, ബാലൻ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ബാലൻ്റെ റൂമിൽ കിടന്നോട്ടേന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ദേവി പറയാം, വേണ്ട അച്ഛൻ ബാലച്ചൻ്റെ റൂമിലൊന്നും കിടക്കണ്ട, എൻ്റെ റൂമിലെങ്കിലും കിടന്നോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് അവസാനം എല്ലാവരും കൂടെ ചേർന്ന് ബാലൻ്റെ മുറിയിലേക്ക് കിടക്കാം, ഉദയഭാനുവിനെ നേരെ മിത്രയുടെ മുറിയിലേക്കും കിടത്താം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ സുകന്യ വിചാരിക്കുന്നുണ്ട്, ഓ രാത്രി ആയെങ്കിൽ ഇങ്ങേരോട് എങ്ങനെയെങ്കിലും ചോദിക്കാം ആ ഒരു ലൈസൻസിൻ്റെ കാര്യത്തെപ്പറ്റി, കാരണം ഒറ്റയ്ക്ക് മുറിയിലാവുമ്പോഴേ. പക്ഷേ ഉദയഭാനു എന്താ വിചാരിക്കുക എന്ന് വെച്ചാൽ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് വേണം ബാലൻ്റെ മുറിക്കകത്ത് കയറി ആ സ്വർണവും പണ്ടങ്ങളും ഒക്കെ അടിച്ചുകൊണ്ട് പോകാനെന്ന് ഉദയഭാനുവും ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ മറ്റുള്ളവരൊക്കെ ഇവർക്ക് സിനിമ കാണാൻ പോകാനോ ഒന്നിനും പറ്റില്ല. അങ്ങനെ എല്ലാവരും കൂടെ ഗോമതിയെ കുറ്റപ്പെടുത്താണ്. അപ്പോൾ ഗോമതി പറയാണ്, ഞാൻ എന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഒരാൾ വീട്ടിൽ കയറുന്ന ആഹാരമൊക്കെ കൊടുത്തല്ലേ വിടേണ്ട, അതും ദേവിയുടെ അച്ഛനല്ലേ, നമുക്ക് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്. അത് ശരി, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോകാമായിരുന്നല്ലോ, വീണ്ടും അമ്മയല്ലേ പറഞ്ഞത് ഇവിടെ നിൽക്കാൻ, ചായ കുടിച്ചിട്ട് പോകാമെന്ന്. അത് കഴിഞ്ഞ് ഇപ്പം അച്ഛൻ പറഞ്ഞു നാളെ പോയാൽ മതി, ആകെ കുഴപ്പമായല്ലോ, ഒന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ദേവി കേട്ടോണ്ട് വരും കേട്ടോ. അയ്യോ ദേവി എടുത്ത് കേട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ദേവി പറയാം, വിഷമിക്കണ്ട കേട്ടോ, നിങ്ങൾ അച്ഛന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. അയ്യോ അങ്ങനെയൊന്നും അല്ല ചേച്ചി, അത് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, സാരമില്ല, എനിക്കതൊക്കെ മനസ്സിലാവും മോളെ, പിന്നെ സാരമില്ല, അതിപ്പോൾ എന്തായാലും വന്നു പോയില്ല അച്ഛൻ, നമുക്ക് വേറൊരു ദിവസം എല്ലാവർക്കും കൂടെ പോവാം എന്നിങ്ങനെ ഗോമതി എല്ലാവരും കൂടെ സമാധാനിപ്പിക്കാനുണ്ടോ. അങ്ങനെ ഉദയഭാനു രാത്രി ആകുമ്പോഴത്തേക്കും ഉദയഭാനു ഉറക്കമില്ല, എങ്ങനെയെങ്കിലും ബാലൻ്റെ റൂമിലേക്ക് കയറി പറ്റണം. കാരണം ബാലൻ്റെ റൂമിൽ കിടക്കുന്നത് ബാലന് വേറെ ആരും കയറുന്നതൊന്നും ഇഷ്ടമല്ല എന്നുള്ള കാര്യം ദേവിക്കറിയാം, അതുകൊണ്ടാണ് അതിനകത്ത് കയറ്റാത്തത്. പക്ഷേ സ്വർണ്ണം ഒക്കെ ഇരിക്കുന്നത് ദേവിയുടെ മുറിയിലാണെന്നുള്ള കാര്യം നമ്മൾ ഉദയഭാനുവിന് അറിയില്ല കേട്ടോ. അങ്ങനെ ബാലൻ്റെ റൂമിലേക്ക് രാത്രിയാകുമ്പോൾ മോഷ്ടിക്കാനായിട്ട് കയറുകയാണ് നമ്മൾ ഉദയഭാനു കേട്ടോ. ഇതൊക്കെയാണ് ഇത് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ്. വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമല്ല, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്